യൂണിക് ടെസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബാംബൂ ഷൂട്ടിൻ്റെ അച്ചാറാണ്. നമ്മുടെ മുളങ്കൂമ്പ് അച്ചാർ എന്നൊക്കെ പറയും. അതിനുവേണ്ടി മുളങ്കൂമ്പ് ഞാനിവിടെ നല്ലതായിട്ട് വൃത്തിയായിട്ട് 1-2 തവണ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം മാറാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കീറി വയ്ക്കണം, അച്ചാറിന് വേണ്ടി കടുമാങ്ങ ഇടുന്ന മാതിരി തന്നെ. അതുകൂടാതെ നമുക്കിതിലോട്ട് ഒരു അച്ചാറിൻ്റെ മസാല ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് നോക്കിയാക്കണം. കടായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മസ്റ്റാർഡ് കടുകെണ്ണ ഇട്ട് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് നല്ലതുപോലെ അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇത് ഇത്രയും നല്ലതുപോലെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നവരെ അതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇവിടെ അരപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി ഇത് ഇത്രയും ഇട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് സിമ്മേൽ വെച്ച് വേണം ചെയ്യാൻ. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടുകൾ കൂടെ ഇട്ട് കൊടുക്കുക. മസാലക്കൂട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ച്, ആ സമയത്ത് നമുക്ക് ലൂസായിട്ടാണ് നമ്മുടെ അച്ചാർ വേണമെങ്കിൽ ഇച്ചിരി വിനീഗറിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് അതിനെ ഒന്ന് ലൂസാക്കിയിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബാംബൂ മുളന്തണ്ട് ഇതിലോട്ടിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇതായിട്ടിരിക്കണം. ഇത് ഇതായിട്ട് ഒട്ടും വെള്ളം കാണല്ല. വെള്ളം ഉണ്ടെങ്കിൽ അച്ചാർ കേടായിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മുടെ അച്ചാർ ഇവിടെ ഇളക്കി നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.